വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം തുടങ്ങി ആരോഗ്യവകുപ്പ്. പ്രസവിച്ച യുവതിയുടെ വയറിൽ നിന്ന് തുണി പുറത്തുവന്നത് ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ആശുപത്രിയിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് ചൂണ്ടിക്കാണിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് കോൺഗ്രസ് ഉപരോധിച്ചു. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതി കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചത്. തുടർച്ചയായി വയറുവേദന അനുഭവപ്പെട്ട് 2 തവണ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും ആവശ്യമായ സ്കാനിംഗ് പരിശോധനകൾ നടത്താതെ തിരിച്ചയച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ മാസം 29-നാണ് യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിയുടെ കെട്ട് പുറത്തുവന്നത്. ഉള്ളു പരിശോധിച്ചപ്പോൾ അവര് നമ്മളെ അടുത്ത് പറഞ്ഞ് ഒരു കുഴപ്പമില്ല പൊക്കോ എന്ന് നമ്മളെ അടുത്ത് പറഞ്ഞു. ഒരു 16 ദിവസം 20 ദിവസം കഴിഞ്ഞപ്പോൾ സ്മെല്ലും ഭയങ്കര എന്തോ ഉണ്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അന്ന് നമ്മൾ ആശുപത്രി 2 പ്രാവശ്യം പോയി. അപ്പൊ ഉള്ളു പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി, വേറൊരു കുഴപ്പമില്ല. ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ച ആരോപിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് കോൺഗ്രസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ആരോഗ്യവകുപ്പും മന്ത്രി OR കേളുവും സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, വയനാട്.